ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഗംഭീര വിജയം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 8 വിക്കറ്റിന് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി 2025 IPL ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. IPL ചരിത്രത്തിൽ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPL ഫൈനൽ കളിക്കാനായിട്ട് പോകുന്നത്. മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നാളെ നടക്കാൻ പോകുന്ന എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ്. അതിൽ ജയിക്കുന്ന ടീമും പഞ്ചാബ് കിങ്സുമായിട്ട് ഒരു മത്സരം കൂടെ ബാക്കിയുണ്ട്. ആ മത്സരത്തിൽ ജയിക്കുന്ന ടീമിനെ ആയിരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ വർഷത്തെ IPL ഫൈനലിൽ നേരിടാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു വർഷത്തെ IPL നമ്മളിത് 18ാമത്തെ വർഷമാണ്. IPL 18ാമത്തെ വർഷം. വിരാട് കോഹ്ലിയുടെ നമ്പർ 18 അതുപോലെ തന്നെ 18ാമത്തെ വർഷം കപ്പടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അതിനൊത്ത ഒരു പ്രകടനം ഇന്ന് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ടോസ് ജയിച്ച RCBയുടെ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാറിന് ആദ്യം തന്നെ ബൗൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനോഹരമായി സ്വിംഗ് ചെയ്യുന്ന ഒരു പിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് കണ്ടീഷനാണ്. ആദ്യത്തെ ഇനീഷ്യൽ ഓവറുകളിൽ വിക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഗ്രൗണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അത് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് പഞ്ചാബിന്റെ ബാറ്റർമാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. മുംബൈയുമായിട്ടുള്ള ലാസ്റ്റ് ലീഗ് മത്സരത്തിൽ പഞ്ചാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പണിംഗ് ബാറ്ററായിട്ടുള്ള പ്രിയാൻഷ് ആര്യ, അദ്ദേഹത്തിന്റെ പല ഷോട്ടുകളും എയറിൽ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ എയറിൽ പോകുന്ന ഷോട്ടുകൾ കഴിഞ്ഞ മത്സരത്തിലെല്ലാം തന്നെ ഒരു ഗ്യാപ്പിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അങ്ങനെ കളിച്ച ഒരു ഷോട്ട് നേരെ കൃണാൽ പാണ്ഡ്യയുടെ കൈകളിലേക്ക് പോവുകയും അവിടെ നിന്ന് അവരുടെ ഒരു പതനം ആരംഭിക്കുകയുമായിരുന്നു. പക്ഷെ അതിനുശേഷം പതനം ആരംഭിച്ചു എന്നത് പറയാറായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം പ്രഭ് സിമ്രൻ സിംഗിന്റെ കുറച്ചൊരു നല്ലൊരു പ്രകടനം, നല്ലൊരു ബാറ്റിംഗ് വന്നു. അതിനുശേഷം 3 ഓവർ ആകുമ്പോഴേക്കും അവർ 27 റൺസിന് 1 വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു. ആ ഒരു സമയത്തൊക്കെ അടുത്തൊരു 3 ഓവറിൽ ഒരു 20 റൺസോ അല്ലെങ്കിൽ 25 റൺസോ നേടാൻ സാധിക്കുകയാണെങ്കിൽ, വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നേടാൻ സാധിക്കുകയായിരുന്നെങ്കിൽ പിന്നീട് ആ ബോളിന്റെ സ്വിംഗ് ഒന്ന് കുറയുന്ന സമയത്ത് ഈസി ആയിട്ട് റൺസ് സ്കോർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ക്ഷമ പഞ്ചാബിന്റെ ബാറ്റർമാരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. നിരുത്തരവാദപരമായ ഒരു ബാറ്റിംഗ് പ്രകടനം എന്നല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് ഇതിനെ പറയാനില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതുപോലെ സ്വിംഗിങ് കണ്ടീഷനിൽ കളിക്കുന്ന സമയത്ത് ഇനീഷ്യലി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു 6 ഓവർ അല്ലെങ്കിൽ 8 ഓവർ ആ ബോളിന്റെ ഒരു സ്വിംഗ് പോകുന്ന സമയം വരെ ഒന്ന് കാത്തു നിൽക്കുക എന്നുള്ള അതിലൊരു ക്ഷമ കാണിക്കാതെ വലിയ അടികൾക്ക് ശ്രമിച്ചുകൊണ്ടിട്ടാണ് അവരെല്ലാവരും പുറത്തായത് എന്നുള്ളതാണ്. പ്രഭ് സിമ്രൻ സിംഗ് ഭുവനേശ്വർ കുമാറിനെ ഇറങ്ങി അടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം പുറത്തായത്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യരും ഇറങ്ങി അടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പുറത്തായത്. ജോഷ് ഇംഗ്ലീഷിന്റെ ഒരു ഔട്ട് എന്ന് പറയുന്നത്, അദ്ദേഹം നോർമലി നല്ലപോലെ പുൾ ഷോട്ട് കളിക്കുന്ന ഒരു താരമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെയും ആ ഒരു ഷോട്ട് ആ ഒരു ഘട്ടത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. എല്ലാവരും തന്നെ അറ്റാക്ക് ചെയ്ത് ആരും ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു ഘട്ടത്തിൽ അവരുടെ 3 വിക്കറ്റൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം 50 റൺസിന് 5 വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം പോലും ഒരു കൺസോളിഡേഷൻ ഫേസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. എല്ലാവരും തന്നെ വീണ്ടും ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു ശൈലിയാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. 50 റൺസിന് 5 വിക്കറ്റ് പോയ സമയത്ത് ആ ക്രീസിലുണ്ടായിരുന്ന ശശാങ്ക് സിംഗ്, അദ്ദേഹം നോർമലി ഇതുപോലെയല്ല നല്ല ഇന്റലിജന്റ് ആയിട്ട് മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നല്ലൊരു ഗെയിം സെൻസ് ഉള്ള പ്ലെയർ ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പോലും അവിടെ പിഴച്ചു പോയി എന്നുള്ളതാണ്. സുയാ ശർമ്മയുടെ ഒരു ഗൂഗിളി റീഡ് ചെയ്യാതെ അതൊരു 6 അടിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം പുറത്തായത്. അതിനുശേഷം മാർക്കസ് സ്റ്റോയിനിസ്, അദ്ദേഹവും അതുപോലെ തന്നെ ഒരു ഷോട്ട് കളിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പുറത്തായത്. എല്ലാവരും തന്നെ വലിയ അടികൾക്ക് ശ്രമിച്ചിട്ടാണ് പുറത്തായത് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു ശൈലി പിന്തുടരുന്ന ടീമുകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ കളിക്കുന്ന സമയത്ത് 10 മാച്ച് കളിക്കുന്ന സമയത്ത് ഒരു 3-4 മാച്ചുകളിൽ ഇതുപോലെയുള്ള പ്രകടനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ക്വാളിഫയിങ് മത്സരത്തിൽ ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നോർമലി ആ ഒരു കൺസോളിഡേഷൻ ഫേസ് എന്ന് പറയും, അതായത് ഒരു 3-4 വിക്കറ്റ് ഇനീഷ്യലി നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു 150 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്താനായിട്ട്, കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പിച്ചായിരുന്നു, ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ആദ്യത്തെ ഒരു 6 ഓവർ ആ ബോൾ ഭയങ്കരമായിട്ട് സ്വിംഗ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പഞ്ചാബിലേത്. ആ കണ്ടീഷൻ മുതലാക്കാനായിട്ട് അവരുടെ സ്വിംഗ് ബൗളർമാർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പഞ്ചാബിന്റെ ബാറ്റർമാരെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു മോശം പറയുമ്പോൾ നമ്മൾ RCBയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ എടുത്തു പറയേണ്ടതാണ്. ജോഷ് ഹേസിൽവുഡ് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് എന്ന് തെളിയിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ അദ്ദേഹം കാണിച്ചു തന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അവരെ ഒന്ന് നിലയുറപ്പിക്കാനായിട്ട് പോലും വിടാതെ അവരുടെ വിക്കറ്റുകൾ തുടരെ എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ജോഷ് ഹേസൽവുഡും അവരുടെ സ്വിംഗ് ബൗളർമാരും. യശ് ദയാൽ ഇന്ന് ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചില്ല. അതിൻ്റെയൊക്കെ കോട്ടം തീർക്കുന്ന ഒരു പ്രകടനം ഇന്ന് യശ് ദയാലിന്റെ ഭാഗത്ത് നിന്ന് വന്നു. ഭുവനേശ്വർ കുമാർ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു വിക്കറ്റ് നേടി. സുയാ ശർമ്മ അവസരത്തിനൊത്ത് ഉയർന്നിരിക്കുകയാണ്. അദ്ദേഹവും ഇന്ന് 3 വിക്കറ്റ് നേട്ടം കൈവരിച്ചു. അതിൽ ശശാങ്ക് സിംഗിന്റെയും അതുപോലെ തന്നെ സ്റ്റോയിനിസിന്റെയും വിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം
കാരണം അവർക്ക് ആ ഒരു ഘട്ടം വന്നപ്പോൾ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്ന സമയം വന്നപ്പോൾ അവർക്കൊരു ഇമ്പാക്ട് സബായിട്ട് ഒരു ബാറ്ററെ കൂടെ ഇറക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. മുഷീർ ഖാൻ എന്ന് പറയുന്നത് സർഫറാസ് ഖാന്റെ അനിയനാണ്. അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് സബായിട്ട് അവർ ഇറക്കി. പക്ഷേ അപ്പോഴും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. മുഷീർ ഖാന്റെ വിക്കറ്റും കൂടെ സുയാ ശർമ്മ എടുക്കുകയായിരുന്നു. ഏതായാലും മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മത്സരത്തിൽ ഒന്നും തന്നെ പറയാനില്ല. 101 റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഇതുപോലെയുള്ള ഒരു നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ ഇനീഷ്യലി വിക്കറ്റ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ 101 റൺസ് എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ട് അടിക്കാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 20 ഓവർ ഒരു മത്സരത്തിൽ 14 പോയിന്റ് ഓരോ ഓവറിൽ 101 റൺസിന് ഓൾ ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ തന്നെ, അതായത് 6 ഓവർ ഏകദേശം ബാക്കിയുണ്ട്. ആ 6 ഓവർ കളിക്കാനുള്ള ഒരു ക്ഷമ പോലും ഇല്ലാതെയാണ് പഞ്ചാബിന്റെ ബാറ്റർമാർ ബാറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഒന്നും തന്നെ പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്കോർ പിന്തുടരുന്ന സമയത്ത് ഇനീഷ്യലി നല്ല പോലെ ബോൾ സ്വിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. കെയിൽ ജാമേസന്റെ ബോൾ മനോഹരമായിട്ട് ഔട്ട് സ്വിംഗ് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് ആ ഒരു സമയത്ത് ഇനീഷ്യലി വിക്കറ്റ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, ഈവൻ 1-2 വിക്കറ്റ് പോയാൽ പോലും നഷ്ടമില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഈ സ്കോർ മറികടക്കാനായിട്ട് സാധിക്കും. അത്രത്തോളം നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിലാണ് ഈ മത്സരം നടന്നത്. പക്ഷേ നിരുത്തരവാദപരമായ ബാറ്റിംഗ് എന്നല്ലാതെ മറ്റൊന്നും തന്നെ എനിക്ക് പറയാനില്ല. ഏതായാലും ഫിൽ സോൾട്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇന്നിംഗ്സ് വന്നു. അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു. ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരത്തിലാണ് ആ ഒരു അർദ്ധ സെഞ്ചുറി വന്നത്. 101 റൺസ് വളരെ ഈസി ആയിട്ട് 10 ഓവറിൽ ചേസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ്. 60 ബോളുകൾ ബാക്കിയുള്ളപ്പോഴാണ് ഇതുപോലെയുള്ള ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു IPL ക്വാളിഫയർ മത്സരം RCB ജയിച്ചിരിക്കുന്നത്. RCBയുടെ ഭാഗത്ത് നിന്ന് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരം എന്നല്ലാതെ നമുക്കൊന്നും തന്നെ പറയാനില്ല. കാരണം അത്രത്തോളം മികച്ച ഒരു ബൗളിംഗ് പ്രകടനം, അത്രത്തോളം മികച്ച അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീൽഡിംഗ് പ്രകടനം. ആ ഇനീഷ്യലി ആദ്യ ഓവറുകളിൽ തന്നെ പല ബോളുകളും ബൗണ്ടറി പോകേണ്ട ബോളുകൾ അവർ തടയുന്നത് നമ്മൾ കണ്ടിരുന്നു. അത് തന്നെ ഈ ബൗളർമാർക്ക് ഒരു ഊർജ്ജം നൽകുന്ന ഒരു കാര്യമാണ്. സുയാ ശർമ്മ മനോഹരമായിട്ട് ഫീൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ലിയാം ലിവിങ്സ്റ്റൺ മനോഹരമായിട്ട് ഫീൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം ഫീൽഡിംഗ്, ആ ഇനീഷ്യൽ ഘട്ടത്തിലുള്ള ഫീൽഡിംഗ് ബൗളർമാർക്ക് വലിയ ഊർജ്ജം പകരും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന സമയത്ത് ആ ഫീൽഡിങ്ങിന്റെ കൂടെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും അവസാനം അസ്മത്തുള്ള ഒമർ സായിയെ പുറത്താക്കാനായിട്ട് അവരുടെ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ജിതേഷ് ശർമ്മ എടുത്ത മനോഹരമായ ഒരു ക്യാച്ചും, അത് എല്ലാം കൂടെ ചേർന്നപ്പോൾ ശരിക്കും ഇന്ന് RCBയുടെ ഒരു ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ RCB വളരെ മനോഹരമായ ഒരു ബൗളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. നമ്മൾ അവരുടെ ബൗളിംഗ് പ്രകടനത്തിലൂടെ ഒന്ന് ഓടിച്ചു പോവാം. അവരുടെ ബൗളിംഗ് പ്രകടനത്തിൽ ഭുവനേശ്വർ കുമാർ 2 ഓവറിൽ 17 റൺസ് വഴങ്ങി 1 വിക്കറ്റ് നേടി. യശ് ദയാൽ 4 ഓവറിൽ 26 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടി. അതുപോലെ തന്നെ ജോഷ് ഹേസിൽവുഡ് 3 പോയിന്റ് 1 ഓവർ മാത്രമാണ് ബോൾ ചെയ്തത്, 21 റൺസിന് 3 വിക്കറ്റാണ് നേടിയത്. സുയാ ശർമ്മ 3 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി അദ്ദേഹവും 3 വിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. റൊമാരിയോ ഷെപ്പേർഡ് 1 ഓവറാണ് എറിഞ്ഞ് 5 റൺസ് വഴങ്ങി 1 വിക്കറ്റും അദ്ദേഹം നേടി. ഏതായാലും നമ്മൾ പഞ്ചാബിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ സ്റ്റോയിനിസ് മാത്രം 26 റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിൽ നേടിയത്. മറ്റേ പ്രഭ്സിമ്രൻ സിംഗും 18, അതുപോലെ തന്നെ അസ്മത്തുള്ള ഒമർ സായി 18. ബാക്കി ആർക്കും തന്നെ ഒരു 2 അക്കം കടക്കാനായിട്ട് സാധിച്ചില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗെയിമിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും RCBയെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ പ്രാവശ്യമാണ് അവർ IPLന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. വിരാട് കോഹ്ലിയും സംഘത്തിനും ഈ വർഷമെങ്കിലും IPL നേടാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇനി മത്സരങ്ങൾ ബാക്കിയുണ്ട്. 2 പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. നാളെ ഇതേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ്. അതിൽ ജയിക്കുന്ന ടീം വീണ്ടും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പഞ്ചാബ് കിങ്സുമായിട്ടൊരു മത്സരം നടക്കുകയും ജൂൺ 3-ാം തീയതിയാണ് ഫൈനൽ മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. ഒരു ടീം ഏതാണെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. അടുത്ത ടീം ഏതാണ് എന്നുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ എന്ന് പറയുന്നത്. ഏതായാലും നല്ല മത്സരങ്ങളാകട്ടെ ഇനിയുള്ള 2 മത്സരങ്ങളും എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.